പട്ടാഭിഷേകം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ജഗതി ചേട്ടൻ്റെ ക്യാരക്ടറിനെ വിളിക്കുന്ന ഒരു ടോൺ ഉണ്ട്. തമ്പുരാനേ എന്ന് പറഞ്ഞ നീട്ടിയ ഒരൊറ്റ വിളിയാണ്. അതുപോലെ എമ്പുരാനിൽ ഉഷാദുപ്പ് പാടുന്ന ഒരു പാട്ടുണ്ട്, എമ്പുരാനെ, അതിങ്ങനെ നീണ്ടുപോകുമല്ലോ. പ്രേക്ഷകരും എമ്പുരാൻ്റെ റിലീസിന് വേണ്ടി ആ നീളത്തിൽ തന്നെ വിളിക്കേണ്ടി വരുമോ എന്ന സംശയം ഉണർത്തുന്ന ചില സംഭവങ്ങളൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന ലൂസിഫർ സിനിമയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇറക്കുന്നില്ല, ട്രെയിലർ വരുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. ലൈക്ക അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് പിൻവലിക്കുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ നിന്ന് മാറുമ്പോൾ 10-75 കോടിക്കധികം രൂപ ലൈക്കയ്ക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ഈ കണക്കുകളെല്ലാം ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങുന്നൊന്നുമില്ല, പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമുക്ക് വിശ്വസിക്കാനല്ലാതെ വേറെ വകുപ്പില്ലല്ലോ. ആന്റണി പെരുമ്പാവൂരിനെ വിളിച്ച് ചോദിച്ചാൽ പുള്ളി കൃത്യം കണക്ക് നമ്മളോട് പറയുകയുമില്ല. സോ അത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുമ്പോൾ റിലീസ് ലേറ്റ് ആകുമോ എന്നൊക്കെ ശങ്കിച്ചിരിക്കുന്ന സമയത്ത് ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിന്റെ കമ്പനിയുമായി വന്ന് എമ്പുരാനെ രക്ഷിക്കുകയാണ്, ലൈക്കയുടെ ബാധ്യതകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട്. അപ്പോൾ എമ്പുരാൻ മാർച്ച് 27 തന്നെ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഒരു സമരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സിനിമാ മേഖല മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കും എന്ന് പറയുന്ന പോലെ, അതായത് മറ്റുള്ളവനെ പട്ടിണി കിട്ടാനും നമ്മുടെ പരിപാടി നമ്മൾ നേടിയെടുക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയായിരുന്നു അത്. അപ്പോൾ അത് ശരിയല്ല, പ്രാക്ടിക്കൽ സൊല്യൂഷൻസിനെ കുറിച്ച് ചിന്തിച്ചൂടെ എന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ വൺ ഓഫ് ദി സൊല്യൂഷൻസ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര മിടുക്കനാണ്, അടിപൊളിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് ഇതൊരു മാതൃകയായി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രൊഡ്യൂസേഴ്സിന് എന്തുകൊണ്ട് കൊളാബ് ചെയ്തുകൂടാ? അതായത് ഒന്നിലധികം പ്രൊഡ്യൂസേഴ്സ് ചേർന്ന് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് സജഷൻസ്, ഒരുപാട് വിപണന സാധ്യതകൾ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇവർ ഒറ്റയ്ക്ക് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഈ ഗ്രൂപ്പായി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യും. ആസ് എ ബിസിനസ് മാൻ അവരെ വല്ലാണ്ട് വളരാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും അത്. കൂടാതെ നഷ്ടം വരികയാണെങ്കിൽ അത് ഈക്വലായിട്ട് വീതിച്ച് ആ ഒരു നഷ്ടത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ പറ്റും. ലാഭം കിട്ടുകയാണെങ്കിൽ അതും എല്ലാവർക്കും കൂടുതൽ ഉപകാരപ്പെടുന്നു. കൂടുതൽ വലിയ പ്രൊജക്റ്റുകളിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ പറയുന്ന ബഡ്ജറ്റിൽ 10-35 ദിവസം കൊണ്ട് സിനിമകൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്രൊഡ്യൂസേഴ്സ്, സിനിമ ചെയ്യാത്ത പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. വലിയ വലിയ പ്രൊജക്റ്റുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ വളർച്ചയുടെ ലക്ഷണം കൂടിയാണ്. നമുക്ക് കൊച്ചു സിനിമകളും വേണം, വലിയ സിനിമകളും വേണം. പക്ഷെ അത്തരം വലിയ സിനിമകൾ, വലിയ പ്രൊജക്റ്റുകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ നഷ്ടസാധ്യത, അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന പണത്തിൻ്റെ ഒരു വലിപ്പം, അതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 75-80 കോടി രൂപയാണ് ഗോകുലം ഗോപാലൻ ഈ സിനിമയുടെ ആവശ്യത്തിനായി ചെലവഴിക്കുന്നതെന്നാണ് കേട്ടത്. അതൊരു വലിയ തുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ അവരുടെ മുൻപത്തെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു, 100 കോടി രൂപ ഗ്രോസ് കളക്ഷൻ കിട്ടുന്ന ഒരു സിനിമയുടെ പ്രൊഡ്യൂസറിന് കിട്ടുന്നത് 30 മുതൽ 27 കോടി രൂപ വരെയുള്ള അത്രയും ചെറിയൊരു സംഖ്യയാണെന്നാണ്. 27 കോടി ചെറുതായതല്ല, 100 കോടി ഗ്രോസ് കളക്ഷൻ വന്നാലും 27-30 കോടി രൂപയ്ക്കേ പ്രൊഡ്യൂസറിന് കിട്ടുള്ളൂ. 80 കോടി രൂപ ഗോകുലം ഗോപാലിന് റിട്ടേൺ കിട്ടണമെങ്കിൽ മിനിമം ഒരു 300 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്യണം, വേണ്ടേ? കാരണം ആദ്യ ദിവസങ്ങളിലെ തിയേറ്റർ ഷെയർ അല്ല, പിന്നീട് അങ്ങോട്ട് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. വേറെയും ഒരുപാട് ഘടകങ്ങൾ ഇതിനെ ആശ്രയിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ഫിനാൻഷ്യൽ റിസ്ക് അങ്ങനെ ഒന്നും ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഒറ്റയ്ക്ക് വേണോ കൂട്ടായി വേണോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറുണ്ട്, ഗോകുലം ഗോപാലൻ ഇൻവോൾവ് ആണ്. ലൈക്ക് അവരുടെ നിർമ്മാണ പങ്കാളിത്തം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് പോസ്റ്ററിൽ ഇപ്പോഴും അവരുടെ ലോഗോ നീക്കം ചെയ്യാത്തത്. അപ്പോൾ ഒന്നിലധികം പ്രൊഡ്യൂസേഴ്സ് ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വലിയ പ്രോജക്റ്റുകൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റും. അതിനൊരു ഉദാഹരണമായിട്ട് ഈ സിറ്റുവേഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഗോകുലം ഗോപാലൻ ജസ്റ്റ് റോക്ക്ഡ്. അങ്ങേര് പൊളിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വലിയ കാര്യം, ഇതൊരു ലാസ്റ്റ് മൊമെൻറ്റ് റിസ്ക് ആണ്. ഒരു ബിസിനസ്സുകാരൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ലാസ്റ്റ് മൊമെൻ്റ് ആണ്. മാർച്ച് 27 പടം റിലീസാവാൻ പോവുകയാണ്. ഈ പടത്തിൻ്റെ പിന്നിലുള്ള അല്ലെങ്കിൽ അതിനെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ സ്ട്രാറ്റജീസിനെയും കാര്യങ്ങളെയും കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആസ് എ ബിസിനസ് ഗ്രൂപ്പ് അവർക്ക് എടുക്കേണ്ട ഒരു സമയമുണ്ട്. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കുക എത്രത്തോളം റിസർച്ച് അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും ചെയ്യാതെ പടം എടുക്കുന്നവരുണ്ട്. പക്ഷേ ഒരു വലിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഘടകങ്ങളുണ്ട്. സിനിമയെ പോട്ടെ, ഒരു പലചരക്കട തുടങ്ങുകയാണെങ്കിൽ പോലും ലാസ്റ്റ് മിനിറ്റിൽ അതിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ എടുക്കുന്ന റിസ്ക് വളരെ വലുതാണ്. പിന്നെ ഇതൊരു വലിയ എമൗണ്ട് ആണ്, ഒരു ചെറിയ എമൗണ്ട് അല്ല. 75 കോടി എന്നൊക്കെ പറയുമ്പോൾ മലയാള സിനിമ കഴിഞ്ഞ മുമ്പത്തെ വർഷമോ പറഞ്ഞിരിക്കുന്ന നഷ്ടക്കണക്കിൻ്റെ 10% വരുന്ന എമൗണ്ടാണ്. അത്രയും വലിയൊരു എമൗണ്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ മുടക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ടു റിസ്കി. അത്രയും റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. ഇത്രയും വലിയൊരു കളക്ഷൻ കിട്ടിയാൽ മാത്രമാണ് ഈ തുക തിരിച്ചു പിടിക്കാൻ പറ്റുക. അതുകൂടാതെ ഗോകുലം മൂവീസിൻ്റെ ബബ്ബ എന്ന് പറയുന്ന പ്രോജക്റ്റ് വരുന്നുണ്ട്, കത്തനാര് വരുന്നുണ്ട്, ഒറ്റക്കൊമ്പൻ വരുന്നുണ്ട്. വലിയ വലിയ പ്രോജക്റ്റുകൾ അവരുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്രയും വലിയൊരു റിസ്ക് അവരെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ലൂസിഫറിലെ മറ്റേ സീനുണ്ടല്ലോ, NPTVയുടെ ബാധ്യതകൾ മുഴുവൻ ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞ് യു ഹാവ് എ മെസ്സേജ് എന്ന് പറയുന്ന ആ സീനില്ലേ. പക്ഷേ ഉറപ്പായിട്ടും അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ റിപ്പോർട്ടർ ചാനലിലാണെന്ന് തോന്നുന്നു, ഒരു ഫോൺ കോളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അതിനെ ഏൽപ്പിച്ചിട്ടുള്ള ടീം അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ്
ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവാൻ ഇടയുള്ള, ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ അടങ്ങുന്ന ഒരു ടീം അദ്ദേഹത്തിനുണ്ടാവും. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്നതിൻ്റെ റിസ്ക് വാല്യൂ കൂടുതലാണ്, അവിടെ കിട്ടുന്ന ലാഭം കൂടുതലാണെന്ന് പറയുന്ന പോലെ തന്നെ റിസ്ക്കും വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടാവുക, അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എമ്പുരാൻ്റെ ഓപ്പണിംഗ് കളക്ഷൻ വളരെ കൂടുതലായിരിക്കും. കാരണം ഒരുപാട് സ്ക്രീനുകൾ കിട്ടും എന്നുള്ളതാണ്. ആശീർവാദ് സിനിമാസിൻ്റെ ആ ഒരു ബാനറിൽ വരുമ്പോൾ തീർച്ചയായും അതിന് കിട്ടുന്നൊരു സ്ക്രീൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ ഇവിടെ ഇൻവോൾവ് ആവുകയാണ്. നമ്മളിപ്പോൾ മറ്റു ഭാഷകളിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള, മൊഴിമാറ്റി അല്ലാതെ ഒക്കെ വന്നിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകളെ വരെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ റിസ്ക് പിടിച്ച പരിപാടി ഗോകുലം ഗോപാലൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പനി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ പറ്റണമെങ്കിൽ ഈ പറയുന്ന ഓപ്പണിംഗ് കളക്ഷൻ കൂട്ടാൻ അവർക്ക് പറ്റണം. ഇപ്പോൾ വിജയുടെ ഒരു പടം എടുക്കുന്നു, ഒരു രണ്ടാമത്തെ ഷോയൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം തീരുമാനമായി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെങ്കിലും ആദ്യം എത്ര ഷോസ് കിട്ടുന്നു അത്രയും നമുക്ക് ആളുകളെ നിറയ്ക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതിൻ്റെ ലാഭം കൂട്ടിയില്ലെങ്കിൽ പോലും നഷ്ടം കുറയ്ക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതൊക്കെ പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി, അതുപോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കമ്പനിയുമായിട്ട് ഒരുമിച്ച് ചേരുകയാണ്. അപ്പോൾ എമ്പുരാൻ്റെ ഓപ്പണിംഗ് കളക്ഷൻ നമ്മൾ പറഞ്ഞു ഓൾറെഡി എത്ര കോടി രൂപയെങ്കിലും കിട്ടിയാലാണ് ഇത്രയും പൈസ അവർക്ക് മുതലാവുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് കളക്ഷൻ വളരെയധികം കൂട്ടാൻ ഈ ഒരു ജോയിൻറ്റ് വെഞ്ചറിന് സാധിക്കുമെന്ന് തോന്നുന്നു. നാലാമത്തെ കാര്യം, ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ക്രൈസിസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തു. ഇത് ഏറ്റെടുക്കുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലുണ്ടാവും. നമുക്ക് ഇത്രയും വലിയൊരു ബഡ്ജറ്റ് ആവശ്യമാണ്, ഇത് ഇത്രയും ബഡ്ജറ്റിൽ നമ്മൾ ഈ സിനിമ ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടത്തിന് പടം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് പരമാവധി ആളുകളിലേക്ക് എത്തണം, അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അടിപൊളിയായിരിക്കണം, OTT ഡീൽസ് നന്നായിട്ട് വരണം, ഇതിൻ്റെ പാട്ടുകൾ അതിൻ്റെ റൈറ്റ്സ് വിറ്റ് പോകണം, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പ്രോപ്പറായിട്ട് നടന്നു കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ റിസ്ക് ഉണ്ട്. അത് ഏറ്റെടുക്കുക, മറ്റ് കമ്പനീസിനെ ഇൻവോൾവ് ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈക്ക എന്നൊക്കെ പറയുന്നത് ഒരു പക്ക കോർപ്പറേറ്റ് സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയുമായിട്ട് കൈകോർക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേറെയും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ അവർ പോകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഗോകുലം ഗോപാലൻ വരുന്നത് വരെയുള്ള ഇത്രയും സമയമൊക്കെ ഉണ്ട്. ഇതിനിടയിൽ എവിടെ വെച്ച് വേണമെങ്കിലും, എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന, മോഹൻലാൽ അഭിനയിക്കുന്ന, ആൻ്റണി പെരുമ്പാവൂർ നിർമ്മാതാവായിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ സിനിമയുടെ ഒരു വലിയ പ്രിവിലേജ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയും കോംപ്ലിക്കേഷൻസിനിടയിൽ ഒരു വിധപ്പെട്ട സിനിമയൊക്കെ നിന്ന് പോകണം. അങ്ങനെ എത്രയോ സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയിട്ടുണ്ട്. പാതിക്ക് വെച്ച് നിന്ന് പോയ, ഷൂട്ട് കഴിഞ്ഞിട്ട് ബാക്കി വർക്കുകൾ നടക്കാതെ പോയ, എല്ലാം കഴിഞ്ഞിട്ട് റിലീസ് ആവാതെ പോയ എത്ര സിനിമകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഈ പറയുന്ന ക്രൈസിസിലൊക്കെ വിട്ടുകളയാതെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത് അപാര പരിപാടിയാണ്, സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ആൻഡ് ഈ പ്രൊഡ്യൂസേഴ്സ് സമരം പോലും ഇതിനിടയിൽ വന്നൊരു ക്രൈസിസ് ആണ്. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞതിന് ശേഷം പുള്ളി ആ ഫേസ്ബുക്ക് പോസ്റ്റ് റിമൂവ് ചെയ്ത് ആലോചിച്ചപ്പോൾ എനിക്കൊരു എന്നാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയെങ്കിലും പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ വെറുതെ അവരെ കൂടുതൽ ചൊറിയണ്ട എന്ന് പറഞ്ഞത് റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ആ പ്രശ്നത്തിൽ അങ്ങ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇവർ ഇൻറ്റേർണലി വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് പുറമേ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ ആൻ്റണി പെരുമ്പാവൂർ ഒരു ക്രൈസിസായി കണ്ട് അതിനെ മാനേജ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അടിപൊളിയാണ്. അഞ്ചാമത്തെ കാര്യം, ക്രൈസിസിനെയും പ്രൊമോഷനാക്കി മാറ്റാനുള്ള ഇവരുടെ ഒരു കപ്പാസിറ്റിയാണ്. അത് സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് സമരം എന്ന് പറയുന്ന ഒരു കാര്യം വന്നു, ആ സമയത്ത് ആൻ്റണി പെരുമ്പാവൂരിനും ഇണ്ടാതിരിക്കാമായിരുന്നു. എനിക്ക് ആ സമരവും ഒച്ചപ്പാടും ഒക്കെ ഈ പറയുന്ന ആൻ്റണി പെരുമ്പാവൂർ പോസ്റ്റൊക്കെ പിൻവലിച്ച് പിന്നെ ഒരു 1-2 ദിവസം കൂടി നിന്നിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മറ്റേ അമൂൽ സ്പ്രേയുടെ പരസ്യം പറഞ്ഞ പോലെയാണ്, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ആ സമയത്തും ആ പറയുന്ന പോസ്റ്ററുകളും കാര്യങ്ങളും സിനിമയുടെ പ്രൊമോഷന് ഗുണകരമായേ വന്നിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സെറ്റ് ഓഫ് ക്യാരക്ടർ റിവീൽ പരിപാടികൾ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഒരു പ്രോപ്പർ ട്രെയിലറോ അല്ലെങ്കിൽ ടീസർ തന്നെ കുറച്ച് പുതിയ വിഷ്വൽസിൻ്റെ കൂടെ പഴയ സൗണ്ടൊക്കെ മിക്സ് ചെയ്ത് അവർ ചെയ്തിരിക്കുന്നത്. അടുപ്പിച്ച് പോസ്റ്ററുകൾ, മറ്റേ 10 days to go, 30 days to go, 20 days to go എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ കണ്ടിന്യൂസ് പരിപാടികൾ ഒരുപാട് ചെയ്യാമായിരുന്നു, ഒരുപാട് ടീസർ എലമെൻറ്റുകൾ ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അവർ ഇരിക്കുമ്പോൾ പോലും ഓഫ്കോഴ്സ് ലൂസിഫർ ഹിറ്റാണ് എന്നുള്ള ഒരു സാധനമുണ്ട് എമ്പുരാൻ്റെ പ്രൊമോഷന്, അത് മതിയെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ സിനിമയ്ക്ക് അവർ കൊടുത്തിരിക്കുന്ന ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ, അത് എത്തേണ്ട ഒരു റീച്ച്, അതിന് കിട്ടേണ്ട ഒരു ഇനിഷ്യൽ പുള്ളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായും കൂടുതൽ പ്രൊമോഷൻസ് നടക്കേണ്ടതാണ്. അതിനുള്ള സാധ്യതകൾ ഈ പറയുന്ന ലൈക്ക കൺഫ്യൂഷൻസ് ഒക്കെ അതിലൊരു കാരണമായിരിക്കാം. അപ്പോൾ പോലും ഈ പറയുന്ന കൺഫ്യൂഷൻസ് അടക്കം പ്രൊമോഷൻസ് ആക്കി മാറ്റാൻ ഇപ്പോൾ നമ്മൾ പോലും ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നു. നമ്മളിൽ എത്ര പേര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈക്ക, ഗോകുലം ഗോപാലൻ വാക്കുകളൊക്കെ കേട്ട് ഈ സിനിമയെക്കുറിച്ച്, എമ്പുരാനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടാവും. ഇതിനിടയിൽ കുറച്ച് പ്രവചനക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പടം പൊട്ടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ലൈക്ക പിന്മാറിയെന്നൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് പിന്നിലുള്ള കാരണങ്ങൾ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ പറയട്ടെ, എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ഇങ്ങനൊരു പ്രോജക്റ്റിൽ നിന്ന് അവസാന നിമിഷത്തേക്ക് അടുക്കുമ്പോൾ പിന്മാറി എന്നുള്ളത് അവർ തന്നെ എപ്പോഴെങ്കിലും വെളിപ്പെടുത്തട്ടെ. പക്ഷേ അതൊരിക്കലും പടം പൊട്ടും എന്ന് പറയുന്ന തോന്നലുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ പടത്തിൻ്റെ ഫൈനലൊക്കെ അവർ ലോക്ക് ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി എന്നാണ്
പൃഥ്വിരാജിൻ്റെ ഒരു പോസ്റ്റോ മറ്റോ കണ്ടൊരു ഓർമ്മയുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂഷൻ വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ പാൻ ഇന്ത്യൻ ഹിറ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള അതേ ടീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എല്ലാ പടവും സൂപ്പർ ഹിറ്റ് ആണെന്നൊന്നും പറയുന്നില്ല, പല റോസ്റ്റിംഗ് മെറ്റീരിയൽസും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു വിതരണമൊക്കെ അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടീമുകളും കൂടി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈക്ക പിന്മാറുന്നു എന്ന് പറയുമ്പോൾ വേറെ ഒരുപാട് ഘടകങ്ങൾ ഇതിലേക്ക് ചേർന്നും കൂടി വരുന്നുണ്ട്. പടത്തിൻ്റെ വിജയപരാജയങ്ങളെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അങ്ങനെ ചിന്തിച്ചാൽ പോലും അതൊക്കെ ഒരു പ്രൊമോഷനെ സഹായിക്കുന്ന മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാൻ ഈ ടീമിന് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഭവിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും ഒരു പോസിറ്റീവ് ഘടകമാണ്. എന്തായാലും എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വരട്ടെ, ഒരു വിജയചിത്രമാവട്ടെ. സിനിമ ഉണ്ടാക്കുന്നതിലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലും മാർക്കറ്റിംഗ് പ്രൊമോഷൻ പരിപാടികളൊക്കെ ചെയ്യുന്നതിനും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പുതിയൊരു മാതൃക സൃഷ്ടിക്കാൻ എമ്പുരാന് സാധിക്കട്ടെ എന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.